പോർച്ചുഗീസ് എഴുത്തുകാരൻ ജോസഫ് സാരമാഗയുടെ പ്രസിദ്ധമായ നോവലാണ് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്. ഈ നോവലിൻ്റെ കവർ പേജ് തന്നെ ഒരു കുഞ്ഞാടിനെ കയ്യിലേന്തി നിൽക്കുന്ന ഈശോയുടെ ചിത്രമാണ്. ഈ നോവലിൽ പറയുന്നൊരു സംഭവം, ബാലനായ യേശു ജെറുസലേം ദേവാലയത്തിൽ പോകുമ്പോൾ അവിടെ ആടുകൾ വിറ്റിരുന്നൊരു മനുഷ്യൻ അയാളുടെ അടുത്ത് ആടിൻ്റെ വില ചോദിക്കുകയാണ്. കയ്യിലത്ര പൈസ ഇല്ല, എങ്കിലും ഉള്ളത് കൊടുത്തപ്പോൾ കാരുണ്യം തോന്നി മനുഷ്യൻ ഈശോയ്ക്ക് ഒരു ആടിനെ വിൽക്കുന്നു. ഈശോ എന്നിട്ട് ഈ ആടിനെ എടുത്തിട്ട് ദേവാലയത്തിൻ്റെ പടവുകളിലേക്ക് കയറുന്നില്ല, ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ല, നേരെ വീട്ടിലോട്ട് പോവാണ്. ഇയാൾ ചോദിക്കും, ബലിയർപ്പിക്കുന്നില്ലേ കുഞ്ഞാടിനെ? ഈശോ പറയും, ഇനി എൻ്റെ പേരിൽ ഒരു കുഞ്ഞാടും കൊല്ലപ്പെടാൻ പാടില്ല. ജെറുസലേം ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് നിർബന്ധമായിട്ടും ഒരു കുഞ്ഞാടിനെ കൊന്നിരിക്കണം. അത് യുദ്ധം വന്നാലും പട്ടിണി വന്നാലും കൊന്നിരിക്കണം. അതുകൂടാതെ സാബത്ത് ദിവസം, ഫീസ്റ്റ് ഡേയ്സൊക്കെ വളരെയധികം കുഞ്ഞാടുകളെ കൊന്നിരുന്നു. ഹിസ്റ്റോറിയൻ ജോസഫീസ് പറയുന്നത്, പാസ്ഓവറൊക്കെ വരുമ്പോൾ ആഴ്ചയിൽ കൊല്ലപ്പെടുന്ന ആടുകളുടെ എണ്ണം 2,60,000 കൂടുതലാണ്. ലക്ഷക്കണക്കിന് ആടുകളാണ് ഈ ജെറുസലേം ദേവാലയത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്തരം ലക്ഷം കുഞ്ഞാടുകൾ കൊല്ലപ്പെടുമ്പോൾ ജെറുസലേം ദേവാലയത്തിൻ്റെ മണം എന്തായിരിക്കും? നമ്മളൊരു അറവശാലയ്ക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മൂക്കുകൊത്തൂല്ലേ? അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് കുഞ്ഞാടുകൾ കൊല്ലപ്പെടുന്ന ഇടത്തിന് എന്ത് മണമായിരിക്കും? അറവശാലയുടെ മണമായിരിക്കും. അതുകൊണ്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, വളരെ ദൂരത്തു നിന്ന് തന്നെ ജെറുസലേം ദേവാലയത്തിൻ്റെ സ്മെല്ല് കേൾക്കാൻ പറ്റും, അറവശാലയുടെ സ്മെല്ല്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും കംപ്ലീറ്റായിട്ട് ആ സ്മെല്ലിങ്ങനെ തുളച്ച് നീക്കപ്പെടാണ്. ഇനി എൻ്റെ പേരിൽ ഒരു കുഞ്ഞാടും ബലിയർപ്പിക്കാൻ പാടില്ല. ഇന്നത്തെ ഗോസ്പലിൽ യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത്രയും കൺസോളിംഗ് ആയിട്ടുള്ള വേറൊരു ടൈറ്റിലില്ല. എൻ്റെയും ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും മാച്ചുകളയാണ്. ഇനിയൊരു അറവുശാലയുടെ, ഇനിയൊരു ബ്ലഡിൻ്റെ, ഇനിയൊരു പാപത്തിൻ്റെ സ്മെല്ലില്ലാത്ത വിധം കംപ്ലീറ്റായിട്ട് ഈശോ തുടച്ചു നിൽക്കുകയാണ്.